എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം ബാലകാണ്ഡം, ശ്രീരാമചന്ദ്രന്റെ അവതാരം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനം തോറും. അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസേറ്റം. സീമന്ത പുംസവനാദി ക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ. ഗർഭവും പരിപൂർണമായി ചമഞ്ഞു അതുകാലമർഭകന്മാരും. നാൽവർ പിറന്നാൻ ഉടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കലച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു, നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോടു കൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥൻ. ഉദയം കർക്കടകം, അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും. വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകേയിയും. പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ, ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ, ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും. സഹസ്രകിരണന്മാർ ഒരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതു പോലെ സഹസ്രപത്രോത്ഭവ നാരദ സനകാദി സഹസ്രനേത്രമുഖ വിബുധേന്ദ്രന്മാരാൽ. സഹസ്രനേത്രമുഖ വിബുധേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പൊരു നിർമ്മല മകുടവും സുന്ദരാചികുരവും അളക സുഷമയും കാരുണ്യാമൃതരസ സമ്പൂർണ നയനവും ആരുണ്യാംബര പരിശോഭിത ജഗനവും ശംഖചക്രാബ്ജ ഗദാശോഭിത ഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു പാവന ശ്രീവത്സവും കുണ്ടലമുക്താഹാര കാഞ്ചി നൂപുരമുഖ മണ്ഡലങ്ങളും ഇന്ദുമണ്ഡല വദനവും പണ്ട് ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടു കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷദനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ
ശ്രീനാരായണൻ താനിതെന്ന് അറിഞ്ഞപ്പോൾ സുന്ദര ഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുത്തരെ നമസ്കരിച്ചു തുടങ്ങിനാൾ. ശ്രീരാമചന്ദ്രന്റെയും അനുജന്മാരുടെയും ജനനത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. ദശരഥ മഹാരാജാവ് ഭാര്യമാരെ ഉചിതമായ വിധത്തിൽ ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. ഭാര്യമാർ ഓരോരുത്തരും അവരുടെ ഗർഭം പരിപക്വമായി വന്നപ്പോൾ അവർ കൂടുതൽ സന്തോഷഭരിതരായി മാറി എന്നാണ്. അയോധ്യാധിപനായി ദശരഥനന്ദനായി ശ്രീരാമചന്ദ്രൻ കൗസല്യാത്മജനായി പുണർദം നക്ഷത്രത്തിൽ നവമി തിഥിയിൽ കർക്കടക ലഗ്നത്തിൽ അവതാരം കൊണ്ടു എന്നാണ്. ഭരതൻ പൂയം നക്ഷത്രത്തിലാണ് ജനിക്കപ്പെട്ടത്. പിറ്റേ ദിവസം ആയില്യം നക്ഷത്രത്തിൽ ലക്ഷ്മണനും ശത്രുഘ്നനും സുമിത്രാത്മജന്മാരായി ജനിച്ചു എന്ന് സൂചിപ്പിക്കുന്നു. കൗസല്യാദേവി ചൈതന്യ സ്വരൂപനായ വിഷ്ണു ഭഗവാൻ തന്നെയാണ് തൻ്റെ മകനായി അവതാരം ചെയ്തത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. തുടർന്ന് കൗസല്യാദേവിയും ദശരഥ മഹാരാജാവും മഹാവിഷ്ണു ഭഗവാനെ സ്തുതിക്കുകയാണ്. ഭഗവാൻ അവർക്ക് ദിവ്യ ദർശനം നൽകി അനുഗ്രഹിക്കുകയാണ്. അത് സൂചിപ്പിക്കുന്നത് സഹസ്ര കിരണന്മാർ ഒരുമിച്ച് ഒരു നേരം സഹസ്രായുധം ഉദിച്ചുയരുന്നത് പോലെ 1000 സൂര്യന്മാരുടെ തേജസ് ഒരേ സമയം അത് ഉദിച്ചുയരുന്നത് പോലെ വളരെ സുന്ദരമായ കിരീടം ധരിച്ചുകൊണ്ട് അതിമനോഹരമായ മുടിയിഴകളും തുടുത്ത കവിളുകളും എള്ളിൻപൂവത്ത നാസികയും കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന അംബുജ നേത്രവും ഗണ്ഡസ്ഥലവും കൗസ്തുഭരത്നവും ശ്രീവത്സമെന്ന മറുകും ഒക്കെ സംശോഭിക്കപ്പെട്ടുകൊണ്ട് ശ്രീരാമചന്ദ്രൻ കൗസല്യയ്ക്ക് ദർശനം പകരുകയാണ്. കൗസല്യ ശ്രീരാമചന്ദ്രനെ മനസ്സുരുകി സ്തുതിക്കുകയാണ്. സാക്ഷാൽ ഭഗവാൻ തൻ്റെ മകനായി പിറന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ സർവചൈതന്യ സ്വരൂപനായ ഭഗവാൻ നേമി എന്ന ദശരഥൻ ദേവന്മാരുടെ പിതാവായ കശ്യപനാണ്. കൗസല്യ കശ്യപന്റെ ഭാര്യയായ ദേവന്മാരുടെ മാതാവായ അദിതിയാണ്. കശ്യപനും അദിതിയും ഈ ഭൂമിയിലേക്ക് ജനിച്ചത് തന്നെ ശ്രീരാമചന്ദ്രന് ജന്മം നൽകുന്നതിനും ഭഗവാന്റെ അവതാരത്തെ ശരിയായ വിധത്തിൽ പരിപാലിച്ച് സന്തോഷം പകരുന്നതിനും വേണ്ടിയായിരുന്നു എന്നുള്ളത് ആ പൂർവജന്മ അവസ്ഥയെ ഇവിടെ സൂചിപ്പിക്കുന്നതുകൊണ്ട് വ്യക്തമാക്കുകയാണ്. ഓരോ ജന്മത്തിനും ഓരോ നിയോഗമുണ്ട്. ഓരോ ജന്മത്തിലും നമുക്ക് ചെയ്തു തീർക്കേണ്ടുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അത് കാലാന്തരത്തിൽ നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ജന്മനിയോഗം അറിഞ്ഞ് നമ്മുടേതായ കർമ്മങ്ങൾ ശരിയായ വിധത്തിൽ പാലിക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത് എന്ന് ഇവിടെ അധ്യാത്മരാമായണത്തിലൂടെ സൂചിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരു ജന്മനിയോഗമാകണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോരോ തരത്തിലുള്ള നിയോഗമാണ്. അതിനുവേണ്ടിയാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് മാടി വിളിച്ചതും നമ്മുടെ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള സാഹചര്യങ്ങളെ സൃഷ്ടിച്ചതും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഓരോരോ കാലഘട്ടത്തിൽ
സുഖ ദുഃഖ സമ്മിശ്രമായി ഒരുക്കപ്പെടുന്നതും എന്ന് തിരിച്ചറിയുവാൻ കൂടി ഈ ഭാഗം നമ്മൾ ഓരോരുത്തരും പ്രയോജനപ്പെടുത്തണം. എല്ലാവർക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. സ്നേഹാദരങ്ങൾ.